ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു 2 kg അളവിൽ വരുന്ന ഒരു 2 ടയർ കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊന്നും പെർഫെക്റ്റ് ഐസിങ് അറിയാത്തവർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന, ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനിങ്ങാണ് ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഡിസൈനുമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. 2 kg അളവിലായതുകൊണ്ട് തന്നെ ഇവിടെ വാനില കേക്ക് ആദ്യം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. വാനില കേക്കിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ മോൾഡിലും 6 ഇഞ്ചിൻ്റെ മോൾഡിലും റെഡിയാക്കി എടുത്തിട്ടുള്ള 3 കേക്കാണ് കേട്ടോ. 6 ഇഞ്ചിൻ്റെ മോൾഡിൽ 2 കേക്കും 2 6 ഇഞ്ചിൻ്റെ മോൾഡിലായിട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ 8 ഇഞ്ചിൻ്റെ ഒരു മോൾഡിലും. അപ്പോൾ 2 kgയുടെ ബാറ്റർ ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് ബേക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ലെയറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ മോൾഡിൽ ഉണ്ടാക്കിയ കേക്ക് 3 ലെയറായിട്ടും 6 ഇഞ്ചിൻ്റെ മോൾഡിൽ ഉണ്ടാക്കിയത് ഓരോന്നും 2 ഇഞ്ച് ലെയറായിട്ടുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ചെറിയ മുകളിൽ വെക്കുന്ന ടയർ ഉണ്ടല്ലോ കേക്ക്, ആ ഒരു കേക്ക് ആദ്യം നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും താഴെയുള്ള ലെയർ തന്നെ ആദ്യം വെക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു ടയർ കേക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അത് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ അടിഭാഗം കുറച്ചൊരു ഹാർഡായിട്ട് ഇരിക്കുമല്ലോ, നല്ല സ്പോഞ്ചി ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അടിഭാഗത്ത് വെക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ടോട്ടലായിട്ട് എടുത്തിട്ടുള്ള ക്രീം 2.25 കപ്പ് വിപ്പിംഗ് ക്രീമാട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈനിങ് ഒക്കെ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ക്രീം എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 കപ്പ് എടുക്കാം. ഫ്ലവറും കാര്യങ്ങളൊക്കെ വരക്കുന്നത് ഞാൻ അതൊന്നൊക്കെ ഫാൻസി ഫ്ലവേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ ലെയറിലും ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് നട്ട്സൊക്കെ ഉള്ള ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. നമ്മളെപ്പോഴും ടയർ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് മുകളിൽ വെക്കുന്ന ടയർ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ അടിയിൽ വെക്കുന്ന ടയർ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ അത് സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കുന്ന സമയത്തൊക്കെ അത് താഴേക്ക് പോകാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ രണ്ടാമത്തെ ലെയറിൽ വിപ്പിംഗ് ക്രീം ചെയ്തതിന് ശേഷം ഞാൻ ചോക്ലേറ്റ് ഗനാഷ, ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വ്യത്യസ്ത ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇത് ടോട്ടലായിട്ട് 4 ലെയറാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പ്രലൈനാണ്. നമ്മൾ നട്ട്സൊക്കെ ചെയ്തിട്ടുള്ള പ്രലൈൻ ഉണ്ടല്ലോ, നമ്മൾ ബട്ടർസ്കോച്ച് കേക്കിനൊക്കെ ഉണ്ടാക്കുന്നത്, അതാണ് പിന്നെ മൂന്നാമത്തെ ലെയറിൽ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ 3 ലെയറിലും അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4ാമത്തെ ലെയറും കൂടി വെച്ചിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്യാം. അപ്പോൾ ഇത് സെറ്റാക്കി എടുത്ത ശേഷമാണ് മറ്റേ കേക്ക് ഞാൻ ഫൈനൽ ഫ്രോസ്റ്റിംഗ് അല്ല ക്രം കോട്ടിങ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഉള്ളിലും ലെയറൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത്. ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് അതും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഷുഗർ സിറപ്പ് എത്രയാണ്, ഷുഗർ സിറപ്പിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ 1/2 കപ്പ് ആണല്ലോ നമ്മൾ 1 kgക്ക് എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് സെറ്റായതിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തതിന് ശേഷം 1/2 മണിക്കൂർ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ. സെറ്റാക്കി എടുത്ത ശേഷം ഞാൻ ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോഴും ഈ ഒരു കേക്ക് തന്നെ ആദ്യം ചെയ്തെടുക്കുക കേട്ടോ. ഇത് നന്നാക്കി സെറ്റാകാൻ വേണ്ടിയിട്ട് ഇതന്നെ ആദ്യം ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ക്രീമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത്, ഇതിന് കൂടുതൽ ഫിനിഷിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കിയിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊന്ന് ക്ലീനാക്കി മുകൾ ഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ആക്കി എടുത്താൽ മതി. അതിനുശേഷം സൈഡൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത്, നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതുപോലത്തെ ചെയ്തിട്ടുണ്ട്. ഓയിൽ ബ്രഷിൻ്റെ അത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അവിടേക്കൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സൈഡ് പോർഷൻ ഇതുപോലെ ഓയിൽ ബ്രഷ് താഴെ നിന്നും മേലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഈ ഓയിൽ ബ്രഷ് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെരിച്ചിട്ട് പിടിച്ചിട്ട് റൗണ്ടിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ താഴെ നിന്ന് മേലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുറ്റും അതുപോലെ ഒന്ന് വലിച്ചിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ആ ഒരു ഡിസൈന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ്, ഇപ്പോൾ ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റൊക്കെ ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമില്ല. അതിലും കൂടുതലൊന്നും വെക്കരുത്. നന്നായിട്ടൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത കേക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ക്രം കോട്ടിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ്.
എന്നിട്ട് 2 കേക്ക് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, അത് സെറ്റായതിന് ശേഷം. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഞാനിങ്ങനെ നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ റെഡ് കളറിലുള്ള ഡസ്റ്റ് ഉണ്ട്, അതിൽ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബോർഡർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫോൾഡ് ലൈൻ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ അതുകൊണ്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ ഒരു റെഡ് തീമിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഓവറായിട്ട് കളർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് റെഡൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചുറ്റുമൊന്ന് ബോർഡർ വരച്ചിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ആ ഒരു സെയിം സംഭവം തന്നെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ബ്രഷ് ഇങ്ങനെ കൈ കൊണ്ട് ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിലെ കേക്ക്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ 2 കേക്കിലും അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മുകളിലെ കേക്കിൽ പിന്നെ ഫ്ലവർ വെക്കുന്ന സമയത്ത് ഇത് ചെയ്തത് വെറുതെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതാ ഞാൻ ടയറാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് പോപ്സിനൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ, അതാണ് ടയറാക്കുന്നതിന് മുന്നേ അത് 2നും കൂടെ ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അതൊരു 4 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്, അതിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെച്ച് കൊടുക്കുന്ന ഈ 4 സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് മുകളിലെ കേക്കിൽ തട്ടണ്ട കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. പിന്നെ സെൻറ്ററിലായിട്ട് നമ്മളൊരു സ്റ്റിക്ക് വെക്കുന്നുണ്ട്, അത് 2 കേക്കിനും കൂടെ ജോയിൻ്റ് ആയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ അത് ലാസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ടയറാക്കുന്ന ക്രൂഷ്യലായിട്ടുള്ള സ്റ്റേജിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ പാലൻ നൈഫ് വെച്ചിട്ട് അതെടുക്കുകയാണ്. അപ്പോൾ ആദ്യം അതിങ്ങനെ വിടിയിപ്പിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ വെക്കുന്നതിന് മുന്നായിട്ട് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ മെല്ലെ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു പ്രാവശ്യം ചെയ്ത് വരുമ്പോൾ പിന്നെ നമുക്കിങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ 2 പാലൻ നൈഫ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഇത് വെച്ചിരുന്ന സമയത്ത് ഞാൻ ഒരു പാലൻ നൈഫ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് വെച്ച് ഈ ഒരു പാലൻ നൈഫ് തന്നെ എടുക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗത്ത് ഞാൻ ഒരു കട്ടിയുള്ള സ്റ്റിക്കൊന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് പാകത്തിനനുസരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് സ്പ്രെഡാക്കിയ സമയത്ത് അവിടെ ഒന്ന് ഇതുപോലെ അങ്ങ് ആയിപ്പോയി. അത് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഡിസൈൻ ആക്കി കൊടുത്തു. അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുന്ന രീതിയിൽ അങ്ങനെ ഒരു ഡിസൈൻ ആക്കി കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കളർ അധികം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു റെഡ് തീം വരാൻ വേണ്ടിയിട്ട് റിബണാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 കേക്കിൻ്റെയും ഈ ഒരു അടിയിലായിട്ട് റിബണ്, റെഡ് കളറിലുള്ള റിബണൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ നമുക്ക് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ പെർഫെക്റ്റ് ഐസിങ് വേണമെന്നൊന്നുമില്ല. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. സിമ്പിളാണ്, നമ്മൾ ഉണ്ടാക്കുന്നവർക്ക് സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റും. കൂടുതൽ സമയം ചിലവഴിക്കൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഈ ഒരു തയ്യാറാക്കിയതൊക്കെ കഴിഞ്ഞു. ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് ഫ്രഷ് ഫ്ലവേഴ്സും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫാൻസി ഫ്ലവേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ 3 ഫ്ലവേഴ്സ്, റെഡ് കളറിലുള്ള 3 ഫ്ലവേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. എല്ലാം ഫാൻസി തന്നെയാണ് കേട്ടോ, അതിൻ്റെ തണ്ടൊക്കെ ഫാൻസി തന്നെയാണ്. അങ്ങനെ 3 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ ആ ഫ്ലവറിൻ്റെ അരികുവശമൊക്കെ ഒന്നിങ്ങനെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കളർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ടോപ്പേഴ്സൊക്കെ വെക്കാനുള്ളൂ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞൊരു ടോപ്പർ വെക്കുന്നുണ്ട്. പിന്നെ പേര് എഴുതുന്നത് ഫോണ്ടൻറ്റിലാണ്. അപ്പോൾ അത് തലേന്ന്, ഇതിപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത്, അത് പിറ്റേ ദിവസം ഡെലിവറി ചെയ്യാൻ സമയത്താണ് അതിലേക്ക് വെക്കുന്നുള്ളൂ. അപ്പോൾ ഡെലിവറി ചെയ്യാൻ സമയത്താണ് ഞാൻ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ബട്ടർഫ്ലൈയുടെ മുകളിലായിട്ട് 1 എഴുതിയിട്ട് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് തന്നെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇവിടെ മുൻഭാഗത്തൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു സ്റ്റിക്കിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പേര് എഴുതി കൊടുക്കണം. അപ്പോൾ പേരിന് ഞാൻ പേരിൻ്റെ മോൾഡ് ഉണ്ടല്ലോ, അതിലാണ് പേര് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതും ഇങ്ങനെ വെച്ച് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഫ്രണ്ടിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഞാൻ പറഞ്ഞല്ലോ ആർക്കും ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ഡിസൈന്. പിന്നെ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു 2 ടയർ കേക്കൊക്കെ നമുക്ക് എങ്ങനെയാണ് ബോക്സ്, ടോൾ കേക്കിൻ്റെ ബോക്സില്ലാതെ നോർമൽ ബോക്സിൽ എങ്ങനെ പാക്കിങ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബോക്സ് എടുത്തിട്ട് ഒരു സെയിം സൈസിലുള്ള 2 ബോക്സ് എടുത്തിട്ടുണ്ട്. 12x12x5 എന്ന് പറഞ്ഞിട്ടുള്ള സൈസിലുള്ള ബോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ബേസിനനുസരിച്ചുള്ള ബോക്സ് എടുക്കാം. അപ്പോൾ 12 ഇഞ്ചിൻ്റെ ബേസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബോക്സ് എടുക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ടും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം. ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചാൽ മതി.
ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഇതിന് നമുക്ക് ടോൾ കേക്കിൻ്റെ ആവശ്യം, ചില കേക്കിനൊക്കെ ടോൾ കേക്കിൻ്റെ അത്ര ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വലിയ കേക്കിൻ്റെ അത്ര ബോക്സൊക്കെ നമുക്ക് വാങ്ങിക്കാനും കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇതാകുമ്പോൾ ഒരു ബോക്സിന് 30 രൂപയായിട്ട് ഞാൻ വാങ്ങിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ 60 രൂപയാവുള്ളൂ. ഇപ്പോൾ ടോൾ കേക്കിൻ്റെ ബോക്സിനൊക്കെ ഒരു 80 രൂപ, 80ൻ്റെ മുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ 60 രൂപയൊക്കെ ആവും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ടോൾ കേക്ക് നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ കോൺ രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. ആ ഒരു കേക്കിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ ഇതുപോലെ കോൺ രൂപത്തിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. നമുക്കിത് ചെയ്തെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് മടക്കേണ്ടത്. ഇതുപോലെ ചെയ്തെടുത്തിട്ട് അവിടേക്കൊന്ന് പ്ലാസ്റ്റർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകാൻ നേരത്തായിരുന്നു ഇത് പാക്കിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. പ്ലാസ്റ്റർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എവിടേക്കാണോ ഒട്ടിച്ചു കൊടുക്കേണ്ടത് അവിടേക്ക് പ്ലാസ്റ്റർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. സിമ്പിളാണ് ഈ രീതിയിൽ ഇത് പാക്കിങ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. കേക്കിൽ ടച്ച് ചെയ്യൂല, നമുക്ക് ഈസി ആയിട്ട് ഡെലിവറി ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒന്നും ആ ടോൾ കേക്ക് അവൈലബിൾ അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒന്ന് സേഫാക്കി എടുക്കുക. പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് സേഫാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ ഒന്ന് കത്തിയും കേക്ക് കട്ട് ചെയ്യാനുള്ള കത്തിയും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാക്കിങ്ങും നിങ്ങൾക്ക് കണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ പാക്കിങ്ങും കൂടെ ഇതിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ കേക്കിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോസിൽ ഉൾക്കൊള്ളിക്കാൻ ചിലരൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇനി മുതൽ ഞാൻ ഉൾക്കൊള്ളിക്കാം കേട്ടോ. ഞാൻ വിൽക്കുന്ന റേറ്റിൻ്റെ കേക്കിൻ്റെ റേറ്റൊക്കെ. അപ്പോൾ ഈ ഒരു കേക്കിന് 1300 വരിക. നട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 1300 2 kg അളവിലുള്ളത് കൂടെയാണ്. അപ്പോൾ 1300 കേട്ടോ വരിക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്